ഈ കളിമൺപാത്രങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്നത് ജിന്നുകളാണത്രേ. ഇവ തകർത്താൽ ദുരനുഭവം ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു. ഈ മായാമരത്തിന് സമീപം പോയ ചിലർ ശബ്ദങ്ങളും നെടുവീർപ്പുകളും കേട്ടതായും ചുവട് തൊട്ടവർക്ക് അത്ഭുതകരമായ അനുഭവം ഉണ്ടായതായും കഥകളുണ്ട്. മസ്കറ്റിൽ നിന്നും 200 കിലോമീറ്റർ അകലെ ഒമാൻ മരുഭൂമിക്ക് നടുക്കുള്ള ബെഹല നഗരത്തിന്റെ മിക്ക കഥകളും ജിന്നുകളുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ താമസിച്ചവർ ജിന്നുകളുടെ സഹായത്തോടെ ലോകത്തെ ഏറ്റവും മികച്ച കലയും സാംസ്കാരിക പൈതൃകവും സൃഷ്ടിച്ചെന്ന് പറയപ്പെടുന്നു. ഈ നഗരത്തിൽ പണ്ടൊരു മാന്ത്രികൻ ജീവിച്ചിരുന്നതായും അദ്ദേഹത്തിന്റെ ദുരൂഹ മരണത്തെ തുടർന്ന് ഈ മണ്ണ് ശപിക്കപ്പെട്ടതായും ഇന്നും ആ സാന്നിധ്യം കണ്ടുവരുന്നു എന്നും പറയപ്പെടുന്നു. ബെഹല നഗരത്തെ ശത്രുരാജ്യത്തിൽ നിന്നും രക്ഷിക്കാനായി 2 സഹോദരിമാരും മന്ത്രവാദ പ്രവർത്തനം നടത്തിയിരുന്നതായും ഒരു രാത്രി കൊണ്ട് 12 കിലോമീറ്റർ നീളുന്ന ഒരു വൻമതിൽ ജിന്നുകളെ വെച്ച് നിർമ്മിച്ചതായും കഥകളുണ്ട്. രാത്രി സമയങ്ങളിൽ ഈ കോട്ടമതിലിനടുത്തു പോയാൽ അവരുടെ ശബ്ദം കേൾക്കാമെന്നും അതുകൊണ്ട് തന്നെ അർദ്ധരാത്രിയിൽ ഇന്നും ആരും അവിടെ പോകാറില്ല എന്നും പറയപ്പെടുന്നു. ജിന്നുകളുടെ ആധികാരികതയ്ക്ക് തെളിവുകൾ ബെഹലയിൽ കണ്ടെത്തിയിട്ടില്ലെങ്കിലും 1987 യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റിൽ കയറിക്കൂടിയ ബെഹല കൊട്ടാരത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനം ഒമാൻ ഗവൺമെന്റ് ഏറ്റെടുക്കുകയുണ്ടായി. എന്നാൽ ഈ പ്രവർത്തനം ദൃശ്യാതീത ശക്തികളാൽ വൈകിപ്പോകുന്നതായും ഒരു ദിവസം പൂർത്തിയാക്കിയ ജോലി അടുത്ത ദിവസം പഴയ നിലയിലാകുന്നതായും കണ്ടെത്താൻ കഴിഞ്ഞു. ബെഹലയുടെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ ലോക പ്രശസ്തമായ കളിമൺ പാത്രങ്ങളാണ്. ഇവയിൽ ജിന്നുകളെ പ്രതിനിധീകരിക്കുന്ന കുറിപ്പുകളും രഹസ്യചിഹ്നങ്ങളും ഉണ്ടെന്നും താന്ത്രിക ശബ്ദങ്ങൾ പാടി നിർത്തിയതുകൊണ്ടാണ് ഇവ കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്നത് എന്നും പറയപ്പെടുന്നു. സോളമൻ രാജാവും ക്ലിയോപാട്രയും കടന്നുപോയ അദ്ദേഹത്തിന്റെ കള്ളിപ്പടകളുടെ കൂടെ ജിന്നുകളെ കുറിച്ചുള്ള പരാമർശവും ഈ കഥകളിൽ പ്രചാരത്തിലുണ്ട്. ബെഹ്ല നഗരം വെറുമൊരു ചരിത്ര സ്മാരകമല്ല, ജിന്നുകളുടെയും മായാവിശ്വാസങ്ങളുടെയും കഥകൾ